നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്, പിശാച് മനുഷ്യനിൽ നിന്ന് അകന്നു പോകുന്നത് അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുമ്പോഴാണ്. എപ്പോഴാണോ ദിക്ർ പറയുന്നത്, തക്ബീറുകൾ പറയുന്നത്, തഹ്ലീലുകൾ പറയുന്നത്, അവിടെ പിശാചിന് സ്ഥാനമുണ്ടാവുകയില്ല. അവനെന്ത് ചെയ്യും? അവിടെ നിന്ന് ഓടിപ്പോകും. ഖന്നാസ് എന്ന് പിശാചിന് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു പഠിപ്പിച്ചൊരു പേരാണ്. പിന്നോട്ട് അവൻ എന്ത് ചെയ്യും? മാറും. പിന്നോട്ട് മാറുന്നത് മനുഷ്യൻ ദിക്റുകൾ ചൊല്ലുമ്പോഴാണ്. അപ്പോ അവന്റെ ഗഫലത്തിനെയും ശരീരേച്ഛകളെ പിന്തുടരുക എന്നുള്ളതിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം എന്ന് ഇബ്ലീസ് പറയുകയാണ്. നിങ്ങൾക്കെതിരിലുള്ള മനുഷ്യരുടെ ആയുധം, ഏറ്റവും മികച്ച ആയുധം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അതേപോലെ തന്നെ മുഖാലഫത്തുൽ ഹവ, മനുഷ്യരുടെ മനസ്സിൽ തോന്നുന്ന ദുഷിച്ച ഇച്ഛകളുണ്ടല്ലോ, അതിനോട് എതിര് പ്രവർത്തിക്കുക എന്നുള്ളതുമാണ് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. മനുഷ്യന് പിശാചിനെ തോൽപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഏതാണെന്ന് ശൈത്താൻ അറിയാം. ശൈത്താൻ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മനുഷ്യൻ പിശാചിനെതിരിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം, രണ്ട് ആയുധം. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മറ്റൊന്ന് അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവന്റെ മനസ്സ് അവനോട് തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമ്പോ, ഇല്ല, ഞാൻ തിന്മകൾ ചെയ്യുകയില്ല, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുകയുള്ളൂ, തിന്മകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എന്നുള്ള ദൃഢമായ ബോധ്യത്തിൽ തിന്മ ചെയ്യാതെ മാറി നിൽക്കാനുള്ള അവന്റെ കരുത്ത്. പലപ്പോഴും എന്ത് ചെയ്യും? തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, ശൈത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാനതിന് സന്നദ്ധനല്ല, ഞാൻ തിന്മകൾ ചെയ്യുകയില്ല, നന്മകൾ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നമസ്കരിക്കും, അതേപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, തിന്മകളെല്ലാം ഞാൻ ഒഴിവാക്കും എന്ന് മനുഷ്യൻ ഒരു ദൃഢമായ ബോധ്യമെടുത്താൽ, തീരുമാനമെടുത്താൽ, അത് ഏറ്റവും ശക്തമായ ശൈത്താനെതിരിലുള്ള ആയുധമാണ്. അതുകൊണ്ട് ശൈത്താൻ പറയുകയാണ് അവന്റെ അനുയായികളോട്, ഫഇദാ റഅയ്തുമുർ റജുല മുഖാലിഫൻ ലിഹവാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ഇച്ഛകൾക്ക് എതിര് പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ, ഫഹ്റുബു മിൻ ദില്ലിഹി, അവന്റെ നിഴൽ വട്ടത്ത് പോലും നിങ്ങൾ നിൽക്കരുത്. അവന്റെ നിഴൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്തോളണം? ഓടിക്കൊള്ളണം. വലാ തദ്നു മിൻ, അവനിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഏതൊരു മനുഷ്യനാണോ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യാതെ മനസ്സ് തിന്മകൾ ഉപദേശിക്കുമ്പോ, ശരീരം തിന്മകളിലേക്ക് മനുഷ്യനെ അവന്റെ നഫ്സ് കൽപ്പിക്കുമ്പോ, ഇല്ല, ഞാൻ അതിന് സന്നദ്ധനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ഏതൊരുവനാണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് ഇബ്ലീസ് എന്ത് ചെയ്യുന്നു? അനുയായികൾക്ക് ഉപദേശം കൊടുക്കുകയാണ്.